രാപ്പകൽ സമരം അവസാനിപ്പിച്ചതായി SUCI നേതാക്കളുടെ പ്രഖ്യാപനം. സമരം വിജയമെന്നാണ് SUCI നേതാക്കളുടെ അവകാശവാദം. BJPയെയും കോൺഗ്രസിനെയും ഒരുമിച്ച് കൂട്ടി ഇടതു സർക്കാരിനെതിരെ നീങ്ങുകയായിരുന്നു SUCI നേതാക്കളുടെ ലക്ഷ്യം. പക്ഷേ ജനം തള്ളിക്കളഞ്ഞതോടെ സമരക്കാരുടെ നാടകം പൊളിഞ്ഞു. സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരം SUCI അവസാനിപ്പിച്ചു. ഓണറേറിയം നമ്മൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണെങ്കിലും ഈ 1,000 രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ അത് സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമര രൂപം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനം. കേന്ദ്ര സ്കീമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു സൂസിയുടെ സമരം. അതിൽ നേതാക്കൾക്ക് വ്യക്തമായ ഉത്തരവുമില്ല. തൊഴിലാളികളായി പ്രഖ്യാപിച്ചാൽ തന്നെ ആശമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്തുകൊണ്ടാണ് ആ ഡിമാൻഡ് നിങ്ങൾ വ്യക്തമായി ഉയർത്തത്? തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ട ആരാണ്? തൊഴിലാളികളെ കേന്ദ്രത്തിന്റെ സ്കീമായിരിക്കുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ സ്കീമാണല്ലോ. സംസ്ഥാനമാണോ തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത് എന്ന വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ യൂണിയനല്ല, സ്വതന്ത്ര സംഘടനയാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. നമ്മൾ ഒരു യൂണിയനിലും അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തി സമരം ചെയ്യാണ്. കേന്ദ്രം ഫണ്ട് തരുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ഇന്ന് ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആരോഗ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ഒന്നിച്ചു പോയി കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്താം, ഒന്നിച്ചുള്ള ഡിമാൻഡാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിനെയും നിങ്ങൾ വിമർശിക്കുകയാണ് ചെയ്തത്. അല്ലല്ല, അത് സെപ്പറേറ്റ് വിഷയമാണ്. ഭൂരിപക്ഷം ആശാമാരും SUCIയുടെ സമരത്തെ തള്ളിക്കളഞ്ഞതിലും നേതാക്കൾക്ക് മറുപടിയില്ല. ബഹുഭൂരിപക്ഷം ആശമാരെയും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് സമരക്കാർ കഴിഞ്ഞില്ല? ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ ഒരു സർവേ നടത്തി നോക്കിയാൽ മതി. അത് ഞങ്ങൾ ആദ്യമേ മുതൽ പറയുന്നത്. ഞങ്ങൾ എന്തിനു ഉത്തരം പറയണം? രാപ്പകൽ സമരം അവസാനിപ്പിച്ച് തലയൂരുകയാണ് അവസാനം SUCI നേതാക്കൾ. ഇനി ജില്ലകളിൽ സമരം തുടരുമെന്നും അവർ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.